കുരിശടി കാണാം. ഈ വർഗീസ് പുണ്യാളല്ലേ? ആ അവിടുന്ന് ലെഫ്റ്റ് ദെൻ റൈറ്റ് 100 മീറ്റർ ഒരു മൺപാത. മൂന്നാമത്തെ വീട്. പിന്നെ സംശയമാണെങ്കിലേ സകലകലാവല്ലഭൻ ശശിമേശ്വരിയുടെ വീടാണെന്ന് ചോദിച്ചാ മതി. ഞാൻ കമലാഹാസനല്ല, ശശിമേശ്വരി അച്ഛനാ. നിങ്ങൾ രണ്ടുപേരാണ്? കൂടാരാടാ? തോമയാണ്. ശരി ശരി വാ. അച്ഛാ, എന്റെ 2 കൂട്ടുകാർ വരുന്നു. എനിക്ക് വയ്യ. അച്ഛാ, തിരുവനന്തപുരത്ത് IT പാർക്ക് ജോലി ചെയ്യുന്നവരാ. ഒരാളെ അച്ഛൻ അറിയാമല്ലോ, സച്ചിദാനന്ദൻ, ഒറ്റപ്പാലത്തുള്ള അല്ലേ? കുട്ടികൾക്ക് കൂട് കൊടുക്കേണ്ടി വരും. രണ്ടാൾക്ക് കൊടുക്കാനുള്ള ചോറൊക്കെ കാണും. ഇപ്പോഴും കുട്ടനാട്ടിൽ 4 മലയറിഞ്ഞാല് ഒരു കറിക്കുള്ള മീനൊക്കെ കിട്ടും. അറിയില്ലമ്മേ, സാധ്യത കുറവാ. വീടെല്ലാം മരകെട്ട് കിടക്കുവാ. അതിനമ്മ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ. അവരെ ഈ ഉള്ള സൗകര്യമൊക്കെ ആട്ടങ്ങ് പൊരുത്തപ്പെട്ടുള്ളൂ. കൂടെ പഠിച്ച എല്ലാവർക്കും ജോലിയായി അല്ലേ മക്കളെ? ഞാൻ പരിശ്രമിക്കാണ്ടിട്ടല്ലോ. തോമയുടെ പിന്നെ ചുറ്റിക്കളി കള്ള, എനിക്ക് നിന്നെ അറിയരുത്. നീ ഹലോ, ഇത് മാളവിക. ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മാളവിക IT ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. വെള്ളം ഉയർന്നു നിൽക്കുന്നു. അത്ഭുതമായിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകൾ. സമുദ്രനിരപ്പിന് താഴെയാ കുട്ടനാടിന്റെ കരപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്റെ അമ്മയാ. നമസ്കാരം. അമ്മേ, ഇത് സച്ചിദാനന്ദൻ, ഒറ്റപ്പാലത്തുള്ള. ഞാൻ പറഞ്ഞിട്ടില്ല. പഠിച്ച കുട്ടി സുഖാണ് മക്കളെ. ഈ മോള് ഇവന്റെ ഭാര്യയാ മാളവിക. കല്യാണം വന്നവൻ നമ്മളെ അറിയിച്ചില്ല. ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയില്ല. കല്യാണവും ഡൈവേഴ്സും ഒക്കെ ഐസ്ക്രീം കഴിക്കുന്ന പോലെ. മേലടാ അമ്മ ചെല്ലേ, ഞാൻ വന്നേക്കാം. ആര് പറഞ്ഞു ഞാനിവന്റെ ഭാര്യയാണെന്ന്? നിങ്ങളുടെ ആദിത്യ സ്വീകരിച്ച് എത്തിയെന്ന് പറഞ്ഞ് എന്ത് പറയാമെന്നോ? സച്ചി, ഈ നിമിഷം ഇവിടെ നിറങ്ങണം. അയ്യോ കുട്ടി, എന്റെ മാതാപിതാക്കൾ നാട്ടുമ്പുറത്തുകാരായ സാധാരണക്കാരാ. കല്യാണം കഴിക്കാതെ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംഭവിച്ചാൽ എന്താ? നമുക്കൊന്നുമില്ല. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസിക വലുപ്പം എന്റെ പാവം മാതാപിതാക്കൾക്കില്ല. അങ്ങനെ പറഞ്ഞാൽ അമ്മ 1000 ചോദ്യങ്ങൾ ചോദിക്കും. ഇതാകുമ്പോ ഇവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവൻ അങ്ങനെ പറഞ്ഞെന്നും കരുതി നീ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമാണോ? എനിക്കെന്താ, കല്യാണം ചെയ്യാൻ വേറെ ആരെയും കിട്ടത്തില്ലേ? നിന്നെപ്പറ്റി ഭയങ്കര മതിപ്പാണല്ലോടാ അവക്ക്. എടാ, ഒരു പോലെ 3 എണ്ണം ചേട്ടത്തി ഒറ്റ പ്രസവത്തിലുണ്ടായിരുന്ന പറച്ചില്. തന്റെ റിട്ടയർഡ് ക്യാപ്റ്റൻ ഹിറ്റ്ലർ മാധവൻ കുട്ടിയെ പോലെ 3 എണ്ണത്തിന് കാവൽ നിൽക്കുക. ഞാൻ പഠിച്ച പണി 18 നോക്കിയാളിയാ. വളയുന്നില്ല. ഞാനെന്തോ പരിശ്രമിച്ചാൽ 3 അവളുമാരും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. വേണ്ട. അല്ല പിന്നെ യാത്ര നീ അങ്ങനെ തരപ്പെടുത്തി? എടാ, ഇത് അവള് മുൻകൈ എടുത്തതാ. തന്റെ സഹോദരിമാരും ആരും അറിഞ്ഞിട്ടില്ല. ഈ വിവരം നീ തോമാച്ചോട് പറയരുത്. ഇല്ല. പക്ഷെ അവക്ക് നിന്നോട് എന്തെങ്കിലും താല്പര്യം? പുല്ല് വളഞ്ഞു കിട്ടിയ മല ചവിട്ടിയൊക്കെ ഒന്ന് നേർന്നേക്ക് വളിയാ. ഇത്തരം കാര്യങ്ങൾക്കൊന്നും അയ്യപ്പനെ പിടിച്ചിട്ട് കാര്യമില്ല. പുള്ളി സ്ത്രീ വിദ്വേഷിയാ. നീ അമ്പലപ്പുഴ കണ്ണന് 4 ചക്രം മുടക്ക്, കാര്യം നടക്കും. പാർത്ഥ സാരഥിയാ. ഇരിക്കണ, കുടിക്കാൻ ഞാൻ വെള്ളം. ഞാനൊരു സത്യം പറയട്ടെ. നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന ഈശ്വരനാ എനിക്ക് വേണ്ടി. എന്താടാ? എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാത്തതിന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന ദിവസമാ. മോനെ എഞ്ചിനീയർ ആക്കുക എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത അച്ഛൻ. ഗതികെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോ. ഈ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ?
എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇന്നോട് വന്നത് എനിക്കൊരു ജോലി തരപ്പെടുത്തിക്കൊണ്ടാ, അതും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിട്ട്. ഇല്ലടാ, ഞാൻ നിനക്കൊരു ബാധ്യതയാവില്ല. തൽക്കാലം തങ്ങാനൊരു ലാവണം. ഏതെങ്കിലും കടയെ മേശ തുടച്ചിട്ടാണെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതൊക്കെ ഒരു ബാധ്യതയായി തോന്നുകയാണ്. എനിക്കൊരു ജോലി കിട്ടിയെന്നോർത്ത് സമാധാനിക്കട്ടെ അച്ഛൻ. അച്ഛന്റെ സങ്കടങ്ങളെ ഞാൻ തമാശ പറഞ്ഞ് ലാഘവപ്പെടുത്തിയ സച്ചി. അത്യാവശ്യം നിങ്ങൾ ചെന്നാ കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞ അച്ഛൻ പലയിടത്തോണ്ട് ഇറങ്ങിയതാണ്. ശശിമോൻ അച്ഛന്റെ ഓർമ്മയുണ്ടോ? പിന്നെ ഒപ്പം വന്നത് ആരാ? ഞാനാ മാളവിക, സച്ചിയുടെ വൈഫാ. നമ്മളെ കൊച്ചു കള്ള, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്നായതുകൊണ്ട് കല്യാണമൊന്നും അറിയിക്കാൻ ഒത്തില്ല. എനിക്കും IT പാർക്കിലാ ജോലി. അച്ഛാ, ഇവർ വന്ന എന്താണെന്നറിയോ? ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തിക്കൊണ്ടാ, അതും എഞ്ചിനീയർ ആയിട്ട്. പ്രശാന്തിന് ഒരു വിദേശ കമ്പനിയിൽ ജോലി തരപ്പെടുത്തിക്കൊണ്ടാ. എന്റെ ചെറ്റക്കുളങ്ങര അമ്മച്ചി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോന് ജോലി കിട്ടിയോ? മോന് ജോലി കിട്ടിയത് മോന് ജോലി കിട്ടി. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണമല്ലോ. തങ്കപ്പൻ അണ്ടിച്ചെട്ട് കഴിഞ്ഞ് പോയോ? മക്കള് മധുരക്കള്ള് കുടിച്ചിട്ടുണ്ടോ? മായം ചേരാത്ത കുട്ടനാട്ടിലെ മധുരക്കള്ള മക്കളെ കുടിക്കേണ്ടത്. പ്രശാന്ത്, നമുക്കിത് ആഘോഷിക്കണം. എന്താടാ നിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? സന്തോഷം, സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. ഞാനും ഇവന്റെ അമ്മയും ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക മക്കളെ. ഈ കണ്ണുകളിൽ ഒരു ജീവിതം തെളിയുന്നത് നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലേ ഈ മോനല്ലാതെ? ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന് നിങ്ങളെ എങ്ങനാ സത്കരിക്കേണ്ടത്? പ്രശാന്തോ, അച്ഛനൊരു പാട്ട് പാടാൻ പോകുക, മോനും ഒപ്പം കൂടണം. സർപ്പം പാട്ടിന് പാടാൻ പോൽ കുടവും കിണ്ണവും വീണയും കൊണ്ട് കൂടെ പുള്ളോനും പാടാൻ പോൽ നാലുകെട്ടിന്റെ തെക്കിനി മുറ്റത്ത് നാഗപ്പാലതൻ തണലത്ത് മണ്ണാശാലയിലായെത്തും നാള് മഞ്ഞള് കൊണ്ട് കളമെഴുതി തെക്കും കൂറടിയാത്തി തളിരു പുള്ളോത്തി സർപ്പം പാട്ടിനു പാടാൻ പോൽ കുടവും കിണ്ടവും വീണയും കൊണ്ട് കൂടെ പുള്ളോനും